ഹായ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പുതുപുത്തൻ വീഡിയോയുമായാണ്. അതായത് നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട്. വാട്സപ്പിൽ പല ചാറ്റുകൾക്ക് പലതരം വാൾപേപ്പറുകൾ കൊടുക്കാൻ എങ്ങനെ കഴിയും എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരുന്നത്. അതായത് വാട്സപ്പിൽ ചാറ്റുകൾക്ക് വാൾപേപ്പർ കൊടുക്കുന്ന വിധം നമ്മൾക്ക് കുറേ കാലം മുമ്പേ തന്നെ അറിയാം. അത് ആ സംഭവം വന്നിട്ട് കുറേ കാര്യങ്ങളായി. എന്നാൽ ഓരോ ചാറ്റിനും പ്രത്യേക വാൾപേപ്പറുകൾ നമുക്ക് വയ്ക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ടുമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്വാഗതം. ഇന്ന് വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെറ്റിംഗാണ് നമുക്ക് പറയാൻ പോകുന്നത്. വാട്സപ്പ് ഇപ്പോൾ പഴയ വാട്സപ്പൊന്നുമല്ല, നല്ല ഇഷ്ടം പോലെ പുതിയ ഫീച്ചേഴ്സ് ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ വാട്സപ്പിൽ മുമ്പ് തന്നെ ഒരു ഫീച്ചർ വന്നിരുന്നു. വാട്സപ്പിൻ്റെ വാൾപേപ്പർ തീം എന്നുള്ളത് നമുക്ക് ഡാർക്ക് മോഡാക്കി മാറ്റാം. അത് അറിയാത്തവർക്ക് ഏറ്റവും ഇവിടെ മുകളിലുള്ള 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം. 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ തീം എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡാർക്ക് എന്ന് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡാർക്ക് മോഡാകും. ഇനി അത് വേണ്ട ലൈറ്റ് മോഡ് തന്നെ മതി വെച്ചാൽ ലൈറ്റ് കൊടുക്കാം. അപ്പോൾ ലൈറ്റ് തന്നെയാവും. ഓക്കെ, ഞാനിവിടെ ഡാർക്ക് കൊടുക്കുകയാണ്. അത് ഓക്കെ കൊടുക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ വരുന്ന മെസ്സേജുകളുടെ ഇത് കൂട്ടാനാണ് വെച്ചാൽ വലിപ്പം കൂട്ടണം വെച്ചാൽ ഇപ്പോൾ സ്മോളാണ് കിടക്കുന്നത് വെച്ചാൽ മീഡിയം, ലാർജ് ഏതാച്ചാൽ നിങ്ങൾക്ക് ആക്കി കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ മീഡിയം കൊടുത്തു. ഇനി നമുക്ക് ഓരോ ചാറ്റിനും പ്രത്യേകം വാൾപേപ്പർ കൊടുക്കണമെന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ വിപിൻസ് എന്ന ഈ ഇപ്പോൾ ചാറ്റൊന്ന് എടുത്തു. ഈ ചാറ്റിൽ ഇപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ളൊരു വാൾപേപ്പറാണ് കിടക്കുന്നത്. അത് മാറ്റി നമുക്ക് വേറെ വാൾപേപ്പർ വെക്കണമെങ്കിൽ മുകളിൽ ഒരു 3 കുത്ത് കാണാം. ആ കുത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വാൾപേപ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വാൾപേപ്പർ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. ചേഞ്ച് വാൾപേപ്പർ കൊടുക്കുക. ഇവിടെ 3 ഓപ്ഷൻ, ബ്രൈറ്റ് ഉണ്ട്, ഡാർക്ക് ഉണ്ട്, സോളിഡ് കളർ ഉണ്ട്. 3 ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈ ഫോട്ടോസ്, അതായത് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ബ്രൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രൈറ്റിൽ ഒരുപാട് വെറൈറ്റി ഫോട്ടോസ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ ഡാർക്ക് കൊടുത്ത ഡാർക്ക് ഫോട്ടോസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. സോളിഡ് കളർ, ഓരോ സോളിഡ് കളറുകളും ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. ഇതിലേത് നിങ്ങൾക്ക് വാൾപേപ്പർ ആക്കാം. ഇനി മൈ ഫോട്ടോസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് എല്ലാം കൂടി വരും. ഇനി ഇതൊന്ന് പ്രത്യേക ഒരു ഫോൾഡറിൽ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 3 കുത്ത് മുകളിൽ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് ഗാലറി അല്ലെങ്കിൽ ഫോട്ടോസ് ഏത് വെച്ചാൽ ഫയൽ മാനേജർ എടുത്ത് നിങ്ങൾക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഡാർക്കെന്ന് ഒരു ഫോട്ടോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. ഈ ഫോട്ടോ സെലക്ട് ചെയ്തു. ഈ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സൈഡിൽ സെറ്റ് വാൾപേപ്പർ എന്നുള്ളത് കൊടുക്കുക. സെറ്റ് വാൾപേപ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കും. ഈ ഒരു ചാറ്റിലേക്ക് മാത്രമാണോ ഈ വാൾപേപ്പർ വേണ്ടത്, അതോ ഇതിലത്തെ എല്ലാ ചാറ്റിലേക്കും ഈ വാൾപേപ്പറാണോ വേണ്ടതെന്ന് നോക്കും. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഈ ചാറ്റിലേക്ക് മാത്രം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി. ഇനി ആ വാൾപേപ്പറിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ചെറുതായിട്ട് ആ പൂക്കൾ മാത്രം കണ്ടാൽ മതി. ഒന്ന് ബ്രൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കൃത്യമായിട്ട് കിട്ടും. അതിനുശേഷം ഇവിടെ ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വാൾപേപ്പർ ഇവിടെ ബാക്കിൽ സെറ്റാവും. ഇനി നമുക്ക് അടുത്തൊരാൾക്ക് ഇതേപോലെ ഒരു വാൾപേപ്പർ വയ്ക്കണമെങ്കിൽ വീണ്ടും മറ്റൊരാൾ എടുക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ വാൾപേപ്പർ എടുക്കുക, ചേഞ്ച് ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ ഞാൻ ബ്രൈറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബ്രൈറ്റ് കൊടുത്തു, എന്നിട്ട് സെറ്റ് വാൾപേപ്പർ കൊടുത്തു, ഓക്കെ കൊടുത്തു. അതിൻ്റെ തീം ആണെങ്കിൽ ഒന്ന് കുറച്ച് ലൈറ്റാക്കി കൊടുക്കാം. അതിനുശേഷം ബാക്ക് കൊടുത്തു. നമുക്ക് അവിടെ വാൾപേപ്പർ, അപ്പോൾ അതിൽ ആ വാൾപേപ്പറാണ്. അതുപോലെ ഇതിൽ ഈ വാൾപേപ്പറാണ്. അപ്പോൾ വളരെ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ അറിവ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി വീഡിയോ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ.